നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പരാതികളുടെ സത്യാവസ്ഥ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് നീക്കം. ദിയ കൃഷ്ണയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ QR കോഡ് മാറ്റി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നതാണ് മ്യൂസിയം പോലീസിന്റെ മുന്നിലുള്ള ഒരു പരാതി. ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും പൈസ വാങ്ങിയെന്നും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും കാട്ടിയാണ് ജീവനക്കാരികൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതികളിലെ നിജസ്ഥിതി കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതിനായി അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയരായ ജീവനക്കാരുടെയും സ്ഥാപനത്തിന്റെയും ബാങ്ക് ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ CCTV ദൃശ്യങ്ങളും ഫോൺ വിവരങ്ങളും ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധന നടത്താനാണ് പോലീസ് നീക്കം. കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ട ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. 2 കേസുകളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളും ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ശേഖരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം പരാതികളിലെ സത്യാവസ്ഥ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.